ഹായ് നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫിനാൻഷ്യൽ പിരമിഡിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫൗണ്ടേഷൻ എന്തായിരിക്കണം, ഗ്രൗണ്ട് ഫ്ലോർ എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കി. ഇനി ഫസ്റ്റ് ഫ്ലോർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഗ്രൗണ്ടിന് മുകളിലുള്ള സ്റ്റെപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. രണ്ടാമത്തത് ആ ഒരു ഫ്ലോറിൽ നമ്മൾ ചെയ്യേണ്ടത് റെഗുലർ സേവിങ്സ് ആണ്. നമ്മളൊരു ഫിനാൻഷ്യൽ പിരമിഡ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് നമ്മൾ പണിയുമ്പോൾ ഏറ്റവും ഗ്രൗണ്ട് ഇതിൽ, അതായത് ഫൗണ്ടേഷനിൽ ഇൻഷുറൻസ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതിന് മുകളിലേക്കുള്ള നില പണിയുമ്പോൾ ആദ്യത്തിൽ നമ്മൾ വരുന്നതിൻ്റെ റെഗുലർ സേവിങ്സ് ആയിരിക്കണം. അത് നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ഷൻ നടത്താനുള്ള ഒരു സേവിങ്സ് ആയിരിക്കണം. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ ബാങ്ക് FD, അതുപോലെ PPF, പിന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, എൻഡോമെന്റ് പോളിസീസ്, ഇതെല്ലാം നമുക്ക് ആ ഒരു ഫ്ലോറിലാണ് ചെയ്യേണ്ടത്. അതായത് FD ഒക്കെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ബാങ്ക് FD ഒക്കെ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ PPF ഒരു ലോങ് ടൈം ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പെൻഷൻ എന്ന രീതിയിൽ നമുക്ക് നോക്കാൻ സാധിക്കും. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈമിലേക്ക് വേണ്ടി മന്ത്ലി സ്കീമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എൻഡോമെന്റ് പോളിസി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ ഡ്രീംസ് എല്ലാം ഫുൾഫില്ല് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ്. ഇപ്പൊ ചൈൽഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചൈൽഡ് മാരേജ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഘട്ടത്തിലും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യാൻ, ഇപ്പൊ ഒരു കാറ് വാങ്ങുന്ന കാര്യത്തിന് വേണ്ടിയുള്ള ഫണ്ടിനെ സ്വരൂപിക്കാനായിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് നോക്കിയിട്ട് എൻഡോമെന്റ് പോളിസികൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഫ്ലോറിൽ, സെക്കൻഡ് ഫ്ലോറിൽ എന്തായിരിക്കണം എന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഈ കൂടുതൽ ഫിനാൻഷ്യൽ പരമായ കൂടുതൽ വിവരങ്ങൾക്ക്, ടിപ്സിന് ഞങ്ങളുടെ ചാനലെല്ലാം ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുമ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ.